നമസ്കാരം. നാം ഏവരും മീനമാസത്തിലൂടെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മീനമാസത്തിൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരാകുന്നു. പല വഴികളിലൂടെയും ധനം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെ പറയാം. അത്തരത്തിൽ സാമ്പത്തികപരമായ ഉയർച്ച നേടിയെടുക്കുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് മീനമാസത്തിൽ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. വളരെ കാലമായി നിങ്ങളുടെ ജീവിതത്തിൽ തിരികെ ലഭിക്കാത്ത ധനം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൈവായ്പകൾ തിരികെ ലഭിക്കാം. അതേപോലെ തന്നെ ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, ലോൺ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരാം. ലഭിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ധനം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ദുർഘടമായ പല ദൗത്യങ്ങളും ഏറ്റെടുത്ത് വിജയിക്കുന്നതുമായി ബന്ധപ്പെട്ടും ധനപരമായി വലിയ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഈ സമയം അംഗീകാരം നിങ്ങളെ തേടിയെത്തുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഏറ്റവും ശുഭകരമാണ് ധനപരമായ കാര്യങ്ങൾക്ക് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ കാര്യങ്ങൾക്ക് ഏറ്റവുമധികം മുൻതൂക്കം ലഭിച്ചിരിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. അനുകൂലമായ സാഹചര്യം, അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന മാന്ദ്യം, തടസ്സം തുടങ്ങിയ കാര്യങ്ങൾ അകന്ന് പോകുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. 11-ലും 12-ലും 3 ഗ്രഹങ്ങൾ വീതമുണ്ട്. വ്യാഴം ജന്മരാശിയിലുമാണ്, ജന്മനക്ഷത്രത്തിലുമാണ്. അനുകൂലമായ സമയം, ഏറ്റവുമധികം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള ഒരു മാസമാണ് എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളും ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് മറികടക്കുകയും ധനപരമായ നേട്ടങ്ങൾ തന്മൂലം വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പല വഴികളിലൂടെയും ധനം സമാഹരിക്കുവാൻ സാധ്യതയുള്ള സമയം തന്നെയാണ് ഇത്. ധനപരമായ കാര്യങ്ങൾക്ക് നിൽക്കുന്ന തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും. കുടുംബജീവിതവും നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഈ സമയം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ധനപരമായി വളരെയധികം നേട്ടങ്ങൾ തന്നെ വന്നു ചേരും. കടബാധ്യതകൾ പോലും ഒരു പരിധിവരെ തീർക്കുവാനോ കൈവായ്പകൾ മടക്കി കൊടുക്കുവാനോ സാധിക്കുന്ന അവസരം തന്നെയാണ് ഇത്. ഈ സമയം ധനപരമായ കാര്യങ്ങൾ അഥവാ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാൻ, അത് പല വഴികളിലൂടെയും വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് ധനപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അശാന്തി ജീവിതത്തിലുണ്ടായിരുന്നു. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാത്തതായ അവസ്ഥ, സംരംഭങ്ങളിൽ നിന്ന് പോലും ധനം പ്രതീക്ഷിച്ച രീതിയിൽ വരാത്ത അവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ധനം വരികയാണ് എങ്കിൽ ഇരട്ടി ചിലവ് തുടങ്ങിയ കാര്യങ്ങൾ അനുഭവിച്ചിരുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരാവുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം ധനപരമായ കാര്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയാണ് എങ്കിൽ വെല്ലുവിളികളെ തരണം ചെയ്ത് ധനം സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ആലസ്യം അകന്ന് ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള ഊർജം വന്നു ചേരും. തന്മൂലം ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല രീതിയിലും ശത്രുക്കളെ പ്രതിരോധിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഈ സമയം ഓർത്തിരിക്കേണ്ടതാകുന്നു. എന്നാൽ ആരോഗ്യപരമായി അല്പം
ശ്രദ്ധ പുലർത്തണം എന്ന കാര്യവും ഓർക്കുക. മറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക. മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ഒരു മാസം തന്നെയാണ് ഇത്. വരുന്ന 10 ദിവസങ്ങളിൽ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. 10ാം ഭാവത്തിലെ ആദിത്യനും 9ലെ ശുക്രനും 11ലെ ഗുരുവും അനുകൂലമായ ഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ധനപരമായ നേട്ടങ്ങൾക്ക് പലവിധ ശ്രമങ്ങൾ നിങ്ങൾ നടത്തിയിട്ടും വിജയം കാണാതെ വിഷമിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അതിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. കർമ്മരംഗത്തും നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം അഭിപ്രായ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുകയും ധനപരമായ നേട്ടങ്ങൾക്ക് വഴി വന്ന് ചേരുകയും ചെയ്യും. ഈ സമയം വിദ്യാർത്ഥികൾക്കും അനുകൂലം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഈ സമയം നിങ്ങൾക്ക് തൊഴിൽ മേഖല, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. കൈവായ്പകൾ മടക്കി കിട്ടുവാൻ, മടക്കി കൊടുക്കുവാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമാണ് സമയം. ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുകയോ ലോൺ പാസ്സാവുകയോ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ചില സഹായങ്ങൾ ലഭിക്കാനും സാധ്യത കൂടുതലാണ് ഈ മാസം എന്ന കാര്യവും ഓർക്കുക. ഈ മാസം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ്. തൊഴിൽപരമായി വളരെയധികം മുന്നേറ്റങ്ങൾ നടത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ, പഠനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് തിളങ്ങുവാൻ സാധിക്കുന്നതായ സമയം, കൃഷിയുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ഈ സമയം അതിനാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭാഗ്യം അനുകൂലമാവുകയും ധനം ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യും. ധനപരമായ ക്ലേശങ്ങൾ ഉള്ളവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം ക്ലേശങ്ങൾക്ക് പരിഹാരമാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാം. ലഭിക്കില്ല എന്ന് വിചാരിച്ച ധനം പോലും കൈകളിലേക്ക് മടങ്ങിയെത്തുവാൻ സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭദായകമായ കാര്യങ്ങളാണ് വന്നു ചേരുക. ഈ സമയം നിങ്ങൾക്ക് അല്പം ശ്രദ്ധയോടെ മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ ബിസിനസ്സിൽ ഇരട്ടി നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാകുന്നു. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാണ്. അതിനാൽ തന്നെ ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും. ധനപരമായ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തീരെ പ്രതീക്ഷിക്കാതെ ഉത്സാഹത്തോടെ പ്രവർത്തിച്ച് പല കാര്യങ്ങളിലും വിജയങ്ങൾ പോലും നേടുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് മീനമാസവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുകയാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പല വഴികളിലൂടെയും ധനം കടന്നു വരും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുക. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പ്രധാനമായും ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ, ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല കൈവായ്പകളും കൊടുത്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിപുലീകരിക്കുവാൻ ധനപരമായ നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. സമ്മാനം തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം വളരെ കൂടുതൽ തന്നെയാകുന്നു. സഹായം പോലുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല വ്യക്തികളും വാഗ്ദാനം ചെയ്ത പല കാര്യങ്ങൾ നിറവേറ്റപ്പെടുന്നതാകുന്നു. അതേപോലെ നിങ്ങൾ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. ചെലവുകൾ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ പോലും വന്നു ചേരും. കൈകളിലേക്ക് വന്നു ചേരുന്ന ധനം കയ്യിൽ തന്നെ ഇരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും സംജാതമാകും എന്ന കാര്യവും ഓർക്കുക. 10 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ
ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ധനപരമായും ചില കാര്യങ്ങൾ അനുകൂലമായി വന്നു ചേരാം എന്ന് തന്നെ പറയാം. കരാർ, കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനം വന്നു ചേരാം. കരാർ പണികൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എടുക്കുന്ന തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരുവാനും സാധ്യത കൂടുതലാണ്.